അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിളുകൾ DNA-ക്കായി പരിശോധനയ്ക്കും ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണുള്ളത്. എങ്ങനെയാണ് ആന്റണി വിവരങ്ങൾ? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സബ് ജയിലിൽ കഴിയുകയാണ്. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മിനിഞ്ഞാന്ന് രാത്രി അറസ്റ്റ് ചെയ്യുന്നു. ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വിശദമായ തെളിവെടുപ്പടക്കം ആവശ്യമുണ്ട്. കൂടുതൽ രാഹുലിനെ ഈ കേസിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. ഇന്നലെ ഈ ചോദ്യം ചെയ്യലിനോട് കാര്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിശദമായി കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പീഡനം നടന്ന ആ സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ്. ഇതിൻ്റെ അവിടുത്തെ രജിസ്റ്ററുകൾ അടക്കം നിലവിൽ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസ് സംബന്ധിച്ച്. ഏതായാലും അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിൽ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പീഡനത്തിന് ശേഷം തൻ്റെ ദൃശ്യങ്ങൾ, ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന് ആ യുവതി പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ മൊബൈൽ ഫോൺ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാഹുലിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ നൽകും. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തത് പത്തനംതിട്ട സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. കാരണം ഇന്നലെ തിരുവല്ല മജിസ്ട്രേറ്റ് അവധിയിലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ പകരം ചുമതലയുണ്ടായിരുന്നത് ഈ പത്തനംതിട്ട സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിനാണ്, കോടതി മജിസ്ട്രേറ്റിനാണ്. അതുകൊണ്ടാണ് അദ്ദേഹമാണ് ഇന്നലെ റിമാൻഡിലേക്ക് വിട്ടത്. ഏതായാലും ഈ കേസ് നടക്കുന്നത് തിരുവല്ല ഈ കോടതിയുടെ പരിധിയിലാണ്. തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ചാണ് ഈ കേസ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളെല്ലാം തിരുവല്ല കോടതിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ കോടതി ഈ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു തീരുമാനം. അതൊരു പക്ഷേ ഇന്ന് തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യും. 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നുള്ളതാണ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുക. കാരണം വിശദമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേസിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഈ പീഡനം നടന്ന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ലഭിക്കാനുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് നിരവധി തവണ പണമടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധന ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്ന് പറയുന്ന മൊബൈൽ ഫോൺ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും അതിൻ്റെ ഭാഗമായി കൂടിയാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. അതേസമയം ഇന്ന് ജാമ്യാപേക്ഷ കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യും. പക്ഷേ ജാമ്യാപേക്ഷയിൽ ഒരുപക്ഷെ വാദം പ്രതിഭാഗം ഉന്നയിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്വാഭാവികമായും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡിയിലേക്ക് വിടാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വിടും. അതുകൊണ്ട് തന്നെ അതിന് തീരുമാനം വന്ന ശേഷം ഈ ജാമ്യാപേക്ഷയിൽ വാദമടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ ജാമ്യാപേക്ഷ കോടതിയിൽ ഉടൻ തന്നെ ഈ ഹാജരാക്കിയ ഘട്ടത്തിൽ തന്നെ ജാമ്യാപേക്ഷയും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരുന്നു. അതിൽ പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം, ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. ഈ ബന്ധത്തിൽ ഏർപ്പെട്ടതടക്കം ഉഭയസമ്മതപ്രകാരമാണ് എന്ന വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിലും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇന്ന് ജാമ്യാപേക്ഷയിൽ വാദം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം ഇന്നത് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ മാങ്കൂട്ടത്തിനെ ജയിലിൽ നിന്ന് മാറ്റണം എന്നൊരു ആവശ്യവും കൂടി ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിൽ സൂപ്രണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ളൊരു അപേക്ഷ കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു പക്ഷേ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ നമുക്കറിയാവുന്ന പോലെ വളരെ ഗുരുതരമായ ഒരു പരാതി തന്നെയാണ് ഈ മൂന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അതിക്രൂരമായ ഒരു പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്ന ഒരു കാര്യം. അത്രയും ഗുരുതരമായ, അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളും
നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇക്കാര്യത്തിലുള്ളത്. ഏതായാലും ഇതിൽ ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫുൾ ഒരു ആത്മവിശ്വാസത്തിലാണ് ഉണ്ടായിരുന്നത്. പോലീസുകാരെ വെല്ലുവിളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. താൻ പുറത്തേക്ക് ഇറങ്ങി വരും, സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും തനിക്ക് വിജയിക്കാൻ കഴിയും എന്നൊക്കെ പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഇന്നലെ നമ്മൾ കാണുകയും ചെയ്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ആത്മവിശ്വാസത്തിൽ തന്നെ പോവുകയാണ്. ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ 6 മണിക്കൂറോളം ചോദ്യം ചെയ്തുവെങ്കിലും ഈ പെൺകുട്ടിയും യുവതിയുമായുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതിയിലെ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് പല തെളിവുകളും മുന്നിൽ വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലാണ് നടന്നത്. ഇന്നലെ SIT കസ്റ്റഡിയിലെടുത്ത് AR ക്യാമ്പിൽ എത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന സമയം വരെയുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വിശദമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. അതുതന്നെയാണ് ആന്റണി. ഇന്നലെ എന്തായാലും പുലർച്ചെ 12:30 രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അതിനാടകീയമായി പിടികൂടുകയായിരുന്നു. അതിനുശേഷം 6 മണിക്കൂർ നീണ്ട ഒരു ചോദ്യം ചെയ്യലും നടത്തിയതിനു ശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചത്. എന്തായാലും ഇനിയും ഒരു ചോദ്യം ചെയ്യലുണ്ടാകും, തെളിവെടുപ്പുണ്ടാകും. കൃത്യമായി ഹോട്ടലിലേക്ക് എത്തിക്കുന്നതാണ്. 2024 ഏപ്രിൽ 8-ന് ഈ യുവതിയും പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുമിച്ചുള്ള മുറിയിലേക്ക് എത്തുന്നതാണ്. മറ്റ് തെളിവുകൾ ശേഖരിക്കും, CCTV വിഷ്വൽ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കും. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൈവശമുള്ള 2 ഫോണുകളും ഇന്നലെ തന്നെ പോലീസ് സംഘം പിടിച്ചെടുത്തിരുന്നു. ഈ ഫോണുകളിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടികളുടെ നഗ്ന വീഡിയോകൾ പകർത്തിയത് എന്നൊരു കാര്യത്തിൽ കൂടി എന്തായാലും കണ്ടെത്തുന്നുണ്ട്. മറ്റു ഫോണുകളുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലിന്? അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളായ ലാപ്ടോപ്പ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എന്തായാലും പോലീസ് സംഘം ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കൈവശം ഉണ്ട്, പോലീസ് സംഘത്തിന്റെ കൈവശം ഉണ്ട് എന്നതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഇന്ന് തെളിവെടുപ്പ് അടക്കമുള്ള പല നീക്കങ്ങളിലേക്കും എന്തായാലും സംഘം പോകും. ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുന്നത്. രാഹുലിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നതാണ് SITയുടെയും ആവശ്യം. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ് ജോർജ് ആണ്.